അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാൾക്ക് നാൾ അദ്ദേഹം നോബൽ സമ്മാനത്തിലേക്ക് അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ലോകത്ത് മുഴുവൻ സമാധാനം കൊണ്ടുവരും, അതുകൊണ്ട് എനിക്കാണ് നോബൽ സമ്മാനം എന്ന് പറഞ്ഞു. അത് എന്തോ നോബൽ സമ്മാന കമ്മിറ്റി അംഗീകരിച്ചില്ല. പിന്നെ നോബൽ സമ്മാനം നൽകപ്പെട്ട സമ്മാനത്തിലുള്ള നോബൽ സമ്മാനം നൽകപ്പെട്ട ലാറ്റിൻ അമേരിക്കയിലെ കക്ഷി ഇദ്ദേഹത്തിന് കൊണ്ട് ചെയ്തു കൊടുത്തു, നിങ്ങളാണിത് സൂക്ഷിക്കാൻ നല്ലത് എന്ന് പറഞ്ഞു. അപ്പോഴും ട്രംപിന് നോബൽ സമ്മാനം കിട്ടാനുള്ള ഒരു ആഗ്രഹം മാറിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലോകത്ത് സമാധാനം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അവസാനം ലോകത്ത് ഒരു സമാധാനക്കേടുമില്ലാതിരുന്ന ഹോർമ്യൂസിലടക്കം അദ്ദേഹം യുദ്ധം വരുത്തി വെച്ചു. ലോകം മുഴുവൻ അദ്ദേഹം യുദ്ധം വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണിപ്പോൾ ലോകകപ്പ് വന്നു. ലോകകപ്പ് ഫുട്ബോൾ എല്ലാ നാട്ടുകാരും വളരെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലും ട്രംപ് ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ ലോകകപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന USA ടീമിലെ ബലോഗൻ എന്ന അമേരിക്കൻ പ്ലെയറുടെ ചുവപ്പ് കാർഡാണ് ഇപ്പോൾ ട്രംപ് ഇടപെട്ട് ഇല്ലാതാക്കിയത്. ഫിഫ പ്രസിഡന്റിനോട് നേരിട്ട് വിളിച്ചു പറഞ്ഞാണ് ട്രംപ് അത് ഇല്ലാതാക്കിയത്. ഇങ്ങനെ ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈവൻ ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ ഒളിമ്പിക്സ് നടക്കുന്ന കാലത്ത് പോലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഫിഫ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞിട്ട് ഈ ചുവപ്പ് കാർഡ് റദ്ദാക്കുന്നത്. നോക്കൗട്ട് മത്സരത്തിൽ ബലോഗൻ ബോസ്നിയൻ താരത്തിനെതിരെ നടത്തിയ ഫൗളിലാണ് ചുവന്ന കാർഡ് കിട്ടിയത്. രാത്രി തന്നെ ട്രംപ് ഫിഫ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞ് ആ ചുവന്ന കാർഡ് റദ്ദാക്കി. അടുത്ത ദിവസം വീണ്ടും ഇതാ ബലോഗൻ കളിക്കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ട്രംപിന് എവിടെയായാലും എത്രത്തോളം ജനാധിപത്യ ബോധമുണ്ടെന്നും എത്രത്തോളം യാതൊരു വിധത്തിലുള്ള ലജ്ജയുമില്ലാതെ ഏത് കാര്യത്തിലും ഇടപെടുന്നതിൽ ഒരു മടിയുമില്ലാന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇതിനെതിരായി പ്രതിഷേധിച്ചിട്ടുണ്ട്, ഫിഫയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവം നടന്നു കഴിഞ്ഞു. അമേരിക്കൻ താരത്തിന് ചുവന്ന കാർഡ് കൊടുത്തപ്പോൾ അത് ട്രംപ് വിളിച്ചു പറഞ്ഞ് അത് ഫിഫ റദ്ദാക്കി. ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട ഒരു സംഭവമായിട്ടാണ് ഇത് മാറുന്നത്. കാരണം ഈ വേൾഡ് ഫുട്ബോൾ അസോസിയേഷന് എത്രത്തോളം ഒരു സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ ഇത് ഈ 2026 വേൾഡ് കപ്പിലെ ഒരു രസകരമായ സംഭവമാണ്. ഈ സംഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ട്രംപിന് ഈ ലോകത്തിലെ ഇനി എന്ത് കാര്യത്തിലും വേണമെന്നുണ്ടെങ്കിൽ ഇടപെടാം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സാധാരണ പ്രായം കൂടി വരുമ്പോൾ ഈ അത്തുംപിത്തുവാവെന്ന് പറയും. ഇത് അത്തുംപിത്തുമായിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടാവുന്നത്, ഇടപെടാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ലോകത്തിൽ എന്തൊക്കെയാണ് ന്യായമായി നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു ബോധ്യമില്ല. അതാണ് വേൾഡ് കപ്പിൽ ഫുട്ബോളിൽ അമേരിക്കയിലെ ഒരു താരത്തിന് ചുവന്ന കാർഡ് കാണിച്ചതോട് കൂടിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഫിഫ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ട് ആ ചുവപ്പ് കാർഡ് ഇല്ലാതാക്കുക. ഇത്തരം പ്രവൃത്തി ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്നതാണെന്നോ ഒരു രാജ്യമെന്ന നിലയിൽ അത് US എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്നോ എന്ന് ആലോചിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധി പോലും ട്രംപിനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു നടപടി ഫിഫയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള വലിയ നാണക്കേടുണ്ടാക്കി വെക്കും അതിനെക്കുറിച്ചും യാതൊരു ധാരണയില്ല. കാരണം ഫിഫയുടെ പ്രസിഡന്റ് എന്നെയൊക്കെ അമേരിക്കയുടെ ഇടപെടൽ മൂലം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആൾ എന്ന നിലയിലാണ് അയാൾ ഈ പറയുന്ന ട്രംപ് പറയുമ്പോൾ അത് കേൾക്കുന്നത്. ഫുട്ബോൾ ഫെഡറേഷനും ഇത്തരം സംഘടനകളെല്ലാം തന്നെ ഈ ട്രംപിൻ്റെ ഇടപെടലിൽ നാണം കെട്ടുപോകുന്ന അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ ശവസംസ്കാരം നടക്കുന്ന ഘട്ടങ്ങളിലും ട്രംപ് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു രാഷ്ട്രത്തലവനെന്ന് പോയിട്ട് ഒരു മാന്യനായ മനുഷ്യൻ്റെ ചേരുന്ന വാക്കുകളല്ല പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഈ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും നമ്മുടെ സ്മരണയിലെത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.
എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്, എന്തൊക്കെയാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്നുള്ളതിന് യാതൊരു ന്യായീകരണവും കാണാൻ സാധിക്കില്ല. പക്ഷെ ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ യു എസിന് അതിൻ്റേതായ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളുണ്ട്, സെനറ്റുണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഈ സമിതികൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് കൃത്യമായിട്ട് ഇടപെടുകയും ഇദ്ദേഹത്തിനെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും വിനാശകരമായ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയവും